ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഏത് മസ്ജിദ് എന്നുള്ളതല്ല നമ്മുടെ ഇമാം ആരാണ് എന്നുള്ളതാണ്. ഇപ്പം ഇമാമ് ഷിർക്കോ കുഫറോ ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് വളരെ വ്യക്തമാണ്, യാതൊരു സംശയമില്ല. അങ്ങനത്തെ ഒരാളാണ്. നല്ല അറിവുള്ള പണ്ഡിതന്മാരോ അല്ലെങ്കിൽ നല്ല മതവിദ്യാർത്ഥികളോ നമുക്ക് പറഞ്ഞു തന്നു ഇയാൾ ഇത്രയും ഷിർക്കും കുഫറാണ്, ഇയാൾ പറയുന്ന ഷിർക്കും കുഫറാണ്, ഇതിൽ നിന്ന് പുറത്തു വന്ന കാര്യമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നതിന് അത്തരക്കാരെ പുറകിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നിസ്കരിക്കരുത്. നമുക്ക് അത്തരക്കാരെ പുറകിൽ നിസ്കാരം ഒഴിവാക്കാം. എന്നാലും നമുക്ക് വലിയ ഉറപ്പില്ല, പലതും അവിടെ നടക്കുന്നുണ്ട്, പല വിദഗ്ധകളും നടക്കുന്നുണ്ട്, അയാളൊരു മുഷ്രിക്കാണ്, ഒരു കാഫിറാണ് എന്നൊന്നും നമുക്ക് ഉറപ്പില്ലെങ്കിൽ അത്തരക്കാരെ പുറകിലൊക്കെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ഒരാളൊരു ബിദ്അത്തുകാരനായിരിക്കുക, അല്ലെങ്കിൽ മാസിയത്തുകൾ തിന്മകൾ സംഭവിക്കുക, ഇപ്പോൾ താടി പഠിച്ച ഒരാളാണ്, നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഹറാമുകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും അയാളുടെ പുറകിൽ നിസ്കരിക്കാമെന്നുള്ളതാണ്. അയാളല്ലാത്ത നല്ലവരുടെ പുറകിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലതെങ്കിൽ, അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവിടേക്കാണ് പോകേണ്ടത്. എങ്കിലും നമുക്ക് ഇയാളുടെ പിന്നിൽ നിസ്കരിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഷിർക്കോ കുഫറോ വ്യക്തമായ ഒരാളുടെ പിന്നിൽ നിസ്കരിക്കരുത്.